ദിവ്യാത്മാക്കൾക്കെല്ലാം വിനീതമായ നമസ്കാരം. നാം ഈ പ്രപഞ്ചത്തിൽ സ്നേഹിക്കുന്ന വസ്തുക്കളെല്ലാം എന്നും നിലനിൽക്കുമെന്ന് നാം ഒരിക്കലും പ്രതീക്ഷിക്കരുത്. ഇവയെല്ലാം തന്നെ അനിത്യവും ക്ഷണികവുമാണ്, അല്പകാലത്തേക്ക് മാത്രം ഉള്ളതാണ്. നമ്മുടെ ഈ ദേഹവും അല്പകാലം മാത്രമേ ഉള്ളൂ. ശരീരമാണെങ്കിൽ ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം ഈ ദശകളെ തരണം ചെയ്ത് ഇത് ജീർണിച്ച വസ്ത്രം ഉപേക്ഷിക്കുന്നത് പോലെ നാം ഉപേക്ഷിക്കപ്പെടേണ്ടവയാണ്. ഇതിലുള്ള വാസം വളരെ കുറച്ച് മാത്രമേയുള്ളൂ. ഇതിലെന്നും നമുക്ക് വസിക്കാൻ സാധിക്കുകയില്ല. അല്പകാലം മാത്രം ഇരിക്കാൻ എടുത്ത ഒരു ഉപകരണമാണ് നമ്മുടെ ഈ ശരീരം. ഇത് നാം ജീവിതത്തിൽ പ്രതീക്ഷിക്കേണ്ടവയാണിതെല്ലാം. നാം എന്തിനു വേണ്ടിയാണ് ഈ ലോകത്തിലേക്ക് വന്നിരിക്കുന്നത്? ഈ പരമസത്യം മനസ്സിലാക്കാൻ വേണ്ടിയാണ്. നാം എവിടെ നിന്ന് വന്നു? നമ്മുടെ ജന്മോദ്ദേശം എന്താണ്? നമ്മൾ എവിടേക്കാണ് പോകുന്നത്? തുടങ്ങിയ പല ചോദ്യങ്ങൾക്കുത്തരം നാം കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അപ്പോൾ മാത്രമേ നമ്മുടെ ബോധമണ്ഡലത്തിന് പരിപൂർണമായ സംതൃപ്തി അനുഭവമാവുകയുള്ളൂ. അതാണ് അനിത്യം ക്ഷണികം തുച്ഛം ദുഃഖപ്രദം അനാത്മകം അതാം സ്നേഹിപ്പതീ മന്നിൽ മിക്ക പേர்களுമാകയാൽ. ഈ ലോകത്തിലെ വസ്തുക്കളുടെ സ്വഭാവം നഗ്നമായി വളരെ വ്യക്തമായി നമുക്ക് വരച്ച് കാട്ടിത്തരികയാണ്. അനിത്യം, ക്ഷണികം, തുച്ഛം, അല്പം വിലയില്ലാത്തത്. അത് നിത്യമല്ലാത്തതാണ്, എന്നും ഇല്ലാത്തതാണ്. അത് ക്ഷണനേരത്തേക്ക് മാത്രം നിലനിൽക്കുന്നതാണ്. അനിത്യം, ക്ഷണികം, തുച്ഛം എന്ന് പറഞ്ഞാൽ അല്പം പോലും വിലയില്ലാത്തത്. അനിത്യം, ക്ഷണികം, തുച്ഛം, ദുഃഖപ്രദം. അത് കൈക്കലായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അത് കിട്ടാനുള്ള ശ്രമം വേറെ, കിട്ടിക്കഴിഞ്ഞാൽ നിലനിർത്താനുള്ള വിഷമം, അതിലപ്പുറം നഷ്ടപ്പെട്ടാൽ നമുക്ക് ദുഃഖം. എങ്ങനെയായാലും ദുഃഖം മാത്രമേ ഉള്ളൂ. അത് മറ്റു വല്ലവരും കൊണ്ടുപോകുമോ എന്ന പേടി. അനിത്യം, ക്ഷണികം, തുച്ഛം, ദുഃഖപ്രദം, അനാത്മകം. ഇത് ശാശ്വതമായ ആത്മാവല്ല, ഇത് അനാത്മാവാണ്. അവിടെ അസത്തായിരിക്കുന്ന, സത്തല്ലാത്ത ആ പരമാത്മാവിൻ്റെ ഒരു നിഴൽ മാത്രമാണ് ഈ പ്രപഞ്ചത്തിലെ സർവവും. ഇതാണ് നമ്മൾ ബോധിക്കേണ്ടത്. അനിത്യം, ക്ഷണികം, തുച്ഛം, ദുഃഖപ്രദമനാത്മകം അതാം സ്നേഹിപ്പതി മന്നിൽ. അങ്ങനെയുള്ള വസ്തുവിനെയാണ് നാം ഈ ലോകത്തിൽ സ്നേഹിക്കുന്നതും സ്വീകരിക്കുന്നതും. പക്ഷേ നമ്മുടെ ധാരണ എന്താ? ഇതെന്നും നിലനിൽക്കും, എന്നും എനിക്കത് സുഖത്തെ തരും എന്ന് കണക്ക് കൂട്ടിയാണ് നാം ഓരോന്നും സംഭരിക്കുന്നത്. പക്ഷേ സംഭരിച്ച് വെച്ച് കഴിയുമ്പോഴാണ് ഇതല്ല വേണ്ടത്, അതിനപ്പുറം മറ്റൊന്നാണ്. സമ്പത്തുണ്ടായി കഴിയുമ്പോൾ അവിടെ ആരാ നിർത്തുന്നത്? 1 ലക്ഷം ഇല്ലാത്ത ആൾക്ക് തോന്നും ആ 1 ലക്ഷം നേടിയാൽ അത്രേ. പക്ഷേ ലക്ഷം നേടിക്കഴിഞ്ഞാൽ പോരാ, വീണ്ടും ലക്ഷങ്ങൾ നേടണം എന്ന മോഹം, അതിൽ കോടി തികയ്ക്കാനുള്ള ആഗ്രഹം. ഒരിക്കൽ ഒരു ശുരകൻ മഹാരാജാവിൻ്റെ ക്ഷൗരം ചെയ്യുന്ന ജോലി കഴിഞ്ഞ് വരുമ്പോൾ ഒരാലുമരത്തിൽ നിന്ന് ഒരു യക്ഷി ചോദിച്ചു, നിനക്ക് സ്വർണം വേണോ എന്ന്. 7 കുടം നിറയെ സ്വർണം വേണോ എന്ന് ചോദിച്ചു. എനിക്ക് വേണം എന്ന് പറഞ്ഞയാൾ. ആയിക്കോട്ടെ, എന്നാൽ നീ വീട്ടിലേക്ക് നടന്നോ എന്ന് പറഞ്ഞു. അയാൾ വേഗം വീട്ടിലെത്തി നോക്കുമ്പോൾ തൻ്റെ വീടിൻ്റെ അകത്തളത്ത് സ്വർണ്ണക്കുടം 7 എണ്ണം ഇരിക്കുന്നു. സന്തോഷം കൊണ്ട് അയാൾ തുള്ളിച്ചാടി. അങ്ങനെ 1-ാമത്തെ കുടം തുറന്നു നോക്കിയപ്പോൾ അതിൽ നിറയെ സ്വർണ്ണ നാണയം. 2-ലും നിറയെ സ്വർണം, 3-ഉം 4-ഉം 5-ഉം 6-ഉം
കുടങ്ങൾ നിറയെ സ്വർണം. ഇതിലപ്പുറം ബഹുമാന്യത എനിക്ക് വേറെ എന്താണ് വേണ്ടത്? 7ാമത്തെ കുടം തുറന്നപ്പോൾ അതിൽ അല്പം നിറവ് കുറവാണ്. ആ നിറവ് കുറഞ്ഞു വന്നപ്പോൾ അതുവരെയുണ്ടായിരുന്ന എല്ലാ സന്തോഷവും അയാൾക്ക് പമ്പ കടന്നു. പിന്നെ അയാളുടെ ഉള്ളിൽ എന്തായി? ഈ 7ാമത്തെ കുടം നിറയ്ക്കണം. അതിനയാൾ ചെലവ് കുറയ്ക്കാൻ തുടങ്ങി. മഹാരാജാവ് കൊടുക്കുന്ന പൈസ കൊണ്ട് കൂടുതൽ സ്വർണ്ണ നാണയങ്ങൾ ഉണ്ടാക്കി അതിൽ നിക്ഷേപിക്കാൻ തുടങ്ങി. അങ്ങനെ കുട്ടികളുടെ ആഭരണങ്ങളും ഭാര്യയുടെ ആഭരണങ്ങളും ഒക്കെ വാങ്ങിയിട്ട് സ്വർണ്ണ നാണയമാക്കി ഈ കുടം നിറയ്ക്കാനുള്ള പരിശ്രമം. ഒന്ന് ആലോചിച്ച് നോക്കൂ, വല്ല കാര്യമുണ്ടോ? അതുകൊണ്ട് ഇത് 7 കുടം നിറയെ സ്വർണം തനിക്ക് വേണം. എന്നാൽ ഒന്നെങ്കിലും എടുത്ത് താൻ അനുഭവിക്കാൻ പറ്റുക, അതിനെ തോന്നിയതുമില്ല. അങ്ങനെ ഇരിക്കെ അയാളുടെ ഉള്ളിൽ ഇത് നിറയ്ക്കാനുള്ള പരിശ്രമം. അപ്പോഴാണ് രാജാവ് ചോദിച്ചു, അല്ല, നിൻ്റെ മുഖത്തെന്താ വല്ലാത്ത ഒരു ദുഃഖഭാവം, എന്തു പറ്റിയെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, തിരുമേനി, എനിക്ക് ഈ ശമ്പളം കൊണ്ടൊന്നും ജീവിത ചെലവ് തികയുന്നില്ല. അതുകൊണ്ട് എൻ്റെ വീട്ടിലെ കുട്ടികൾക്കൊക്കെ ദാരിദ്ര്യമാണ്, അവർക്ക് വേണ്ടതൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ രാജാവ് ഇരട്ടി ശമ്പളം കൂട്ടിക്കൊടുത്തു. ആ ഇരട്ടി കിട്ടിയത് മുഴുവൻ അയാൾ സ്വർണ്ണ നാണയമാക്കി പാത്രത്തിൽ കൊണ്ടുപോയിടും. അതെത്ര ഇട്ടാലും അറിയില്ല. അവസാനം രാജാവ് പറഞ്ഞു, അല്ല, ഞാൻ ഇത്രയും നിനക്ക് ഇരട്ടി ശമ്പളം തന്നിട്ട് നിനക്ക് സന്തോഷമില്ലല്ലോ. എന്താ കാരണം? നിന്നെ കണ്ടാൽ ആ യക്ഷീൻ്റെ നിധി കിട്ടിയ മാതിരി ഉണ്ടല്ലോ. കേട്ടപ്പോൾ അയാളൊന്ന് ഞെട്ടി. ഇതെങ്ങനെ? രാജാവ് പറഞ്ഞു. അപ്പം രാജാവ് പറഞ്ഞു, എടോ, അതെന്നെയും ആ യക്ഷി ചോദിച്ചതാണ്, സ്വർണം വേണമെന്ന്. അപ്പോൾ പറഞ്ഞു, അതെടുത്ത് ഉപയോഗിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ അത് പാടില്ല, തൊടാൻ പറ്റില്ല എന്ന് പറഞ്ഞു. എന്നാൽ എനിക്കത് വേണ്ട എന്ന് പറഞ്ഞ് ഞാനിങ്ങ് പോരും ചെയ്തു എന്ന് രാജാവ് പറഞ്ഞു. അപ്പം ഇയാൾ പിന്നീട് എന്താ കാണിച്ചു? വീണ്ടും ആ മനുഷ്യൻ അതിൽ നിറയ്ക്കാൻ കഴിയാതെ ദുഃഖിതനായി കഴിയുകയാണ് ചെയ്തത്. നീ അത് കൊണ്ടുപോയി എന്നുപേക്ഷിക്കുന്നുവോ അന്ന് മാത്രമേ നിനക്ക് സ്വസ്ഥതയുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ അയാൾ അത് ഉപേക്ഷിക്കാൻ തയ്യാറായാൽ അയാൾ രക്ഷപ്പെട്ടു. പക്ഷേ ആ പണത്തിലുള്ള മോഹം കാരണം അത് അയാൾ ഉപേക്ഷിക്കില്ല. 7 കുടം സ്വർണത്തിൻ്റെ ഉടമസ്ഥനാണ് ഞാനെന്ന് അഭിമാനിക്കാൻ വേണ്ടിയാണ്, ഒന്നും അനുഭവിക്കാനല്ല. അതുപോലെയാണ് ഈ ലോകഭോഗങ്ങളൊന്നും തന്നെ. താൻ അനുഭവിക്കുകയുമില്ല, എല്ലാം തനിക്ക് കാണണം, ഇതിൻ്റെ ഉടമസ്ഥനാണ് ഞാനെന്ന് അഭിമാനിക്കുകയും വേണം. അങ്ങനെ ദുഃഖിതനായി നീറി അയാൾ മരണത്തോടടുക്കുന്നു. ഈ മോഹവലയമാണ് ഓരോ മനുഷ്യനെയും ഇവിടെ ബന്ധിച്ചിരിക്കുന്നത്. അതാണ് അനിത്യം ക്ഷണികം തുച്ഛം ദുഃഖപ്രദമനാത്മകം അതാം സ്നേഹിപ്പതി മന്നിൽ മിക്ക പേറുകളുമാകയാൽ. ആ 7ാമത്തെ സ്വർണ്ണക്കുടം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സ് തന്നെയാണ്. ആ മനസ്സിൽ എത്ര നിറച്ചാലും അത് നിറയുകയില്ല. എന്നാൽ ആ മനസ്സിനെ നമ്മൾ ആത്മോന്മുഖമായി തിരിച്ചാൽ ഒരിക്കലും ക്ഷയിക്കാത്ത, ഒരിക്കലും തീരാത്ത പരമാനന്ദത്തിൻ്റെ ഉടമയായി തീരാൻ ആ മനസ്സിന് സാധിക്കും. അതാണ് നാം ചെയ്യേണ്ടത്. അപ്പോൾ മാത്രമാണ് നമ്മുടെ ജീവിതം സാർത്ഥകമായി തീരുന്നത്, അർത്ഥവത്തായി തീരുന്നത്. അല്ലാതെ എത്ര സ്വർണ്ണക്കുടം നിറച്ചാലും നമുക്കതുകൊണ്ട് പ്രയോജനം ഉണ്ടാവുകയില്ല എന്നതൊരു സത്യമല്ലേ? അതാണ് അനിത്യം ക്ഷണികം തുച്ഛം ദുഃഖപ്രദമനാത്മകം അതാം സ്നേഹിപ്പതി മന്നിൽ മിക്ക പേറുകളുമാകയാൽ.